ഹലോ ഗൈസ്. അപ്പം നമ്മളുടെ പ്രിയങ്കരനായ വേടൻ്റെ കല്യാണം ഇന്നലെ വളരെ ലളിതമായി കഴിഞ്ഞു. ഈ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വലിയൊരു സംഭവമാണ്. ഞാൻ വിമർശിക്കേണ്ട അടുത്ത് വിമർശിക്കും, നല്ലത് കണ്ടാൽ നല്ലത് പറയും. പക്ഷേ ഈ കല്യാണം എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെ സമൂഹത്തിൽ എല്ലാവരും വലിയ രീതിയിൽ കല്യാണം കഴിക്കുന്നവരാണ്. വലിയ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾ 1 കോടി 2 കോടി 3 കോടി 5 കോടി അങ്ങനെ ഒരുപാട് പൈസ ചെലവഴിച്ച് ഭയങ്കര ആർഭാടപരമായിട്ടുള്ള കല്യാണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കല്യാണം ആര് കഴിപ്പിക്കുന്നു, ആര് കഴിക്കുന്നു, അതുപോലെ ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്, ഇവരൊക്കെ ഇതിന് മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. പാവപ്പെട്ടവരെന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തത്. അവരെ മനസ്സ് എങ്ങനെ ഇരിക്കുന്നറിയോ? നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ, ഒരു വലിയൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു സ്റ്റേജ് ഉണ്ടായിരുന്നെങ്കിൽ ആ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നിട്ട് നിങ്ങൾ ഈ അവിടെ ഇരിക്കുന്ന കുറച്ച് പെൺകുട്ടികളുണ്ടാവുമല്ലോ, പാവപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തത്, അവർക്ക് ഇതുപോലൊരു കല്യാണം കഴിക്കാനോ ഇതുപോലത്തെ ഒരു സാഹചര്യമോ ഒന്നും ഇല്ലാത്ത പെൺകുട്ടികളുണ്ടാവും. നിങ്ങൾ അവിടെ സ്റ്റേജിലിരുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ട് നോക്കണം. എവിടെ ഈ ഓഡിയൻസ് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ശ്രദ്ധിക്കുക. അവിടെ ഇരിക്കുന്ന ആ പെൺകുട്ടികളെ അത് നിങ്ങൾ തിരഞ്ഞിട്ട് ശ്രദ്ധിക്കുക. ആ പാവപ്പെട്ട പെൺകുട്ടികളെ തിരഞ്ഞു പിടിച്ച് അവ മുഖം ശ്രദ്ധിക്കുക. ആ മുഖത്ത് കംപ്ലീറ്റ്ലി എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവരെ പരിഭവങ്ങളും ടെൻഷനുകളും. നിങ്ങൾ ഇവിടുന്ന് 100 പവനും 500 പവനും കാറും ആർഭാടമാടി കഴിക്കുമ്പോൾ ഹൃദയം കത്തുകയാണ്. എന്താണെന്നറിയോ? ഹൃദയം എങ്ങനെ കത്തുന്നറിയോ? അവരെ മനസ്സിലുണ്ടാവും, എൻ്റെ ബാപ്പാക്കല്ല, എൻ്റെ അച്ഛൻ ഇത് സാധിച്ചില്ലല്ലോ, ഞാൻ എപ്പോഴാണ് കല്യാണം കഴിക്കുക, ഇങ്ങനെ എനിക്ക് എപ്പോഴാണ് ഇത് സംഭവിക്കുക, എനിക്കൊരാൾ വരുന്നില്ലല്ലോ എന്നെ സംരക്ഷിക്കാൻ. ഇതൊക്കെയാണ് അവരെ മനസ്സിലുണ്ടാവുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളുടെ അടുത്ത് പൈസ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നമ്മൾ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ആർഭാട കല്യാണം നിങ്ങൾ ഒരു വീട്ടിൻ്റെ ഉള്ളിലോ നിങ്ങളെ കുടുംബത്തിലോ വെച്ച് ചെയ്തോളൂ. നിങ്ങൾക്കിപ്പോൾ ഒരു 1000 പവന് കൊടുക്കണോ, അല്ലെങ്കിൽ 1 കോടി രൂപ കൊടുക്കണോ, അത് നിങ്ങൾ വീട്ടിൽ ചെയ്തോളൂ. നിങ്ങൾ സ്റ്റേജിൻ്റെ മുകളിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വിളിച്ച ഈ പാവപ്പെട്ട കുട്ടികൾ, പാവപ്പെട്ട ഈ അച്ഛനമ്മമാർ, അവരെ ഹൃദയത്തിന് ഏൽപ്പിക്കുന്ന മുറിവുണ്ടല്ലോ, നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല. അവർ ശരിക്കും കരഞ്ഞിട്ടാണ് നിങ്ങളെ കല്യാണത്തിന് അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഈ വേടൻ ഇത് ചെയ്യുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഹാറ്റ്സ് ഓഫ് വേടൻ ഒരു ഭയങ്കര സംഭവമായിട്ടാണ് എനിക്കിത് തോന്നിയത്.